ഓ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഫുഡ്സ് ഏതൊക്കെയാണ്? കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ്സ് ഏതൊക്കെയാണെന്നാണ് ഫിസുമോള് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പഠിച്ചാലോ ഫിസു ഏതൊക്കെയാന്ന്? ഇവിടെ പാരൻസ് വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഫുഡ്സ് നിരന്തരം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ തിരക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എളുപ്പപ്പണിയാണ്, വേഗം തീരും ഇല്ലേ, അതൊന്നും അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി, കൊച്ച് കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് പറയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ചില ഫുഡ്സൊക്കെ ആക്കി മാറ്റുന്ന ആളുകളുണ്ട്. ഇത്തരം ഫുഡ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. എന്തുട്ടാടാ സാധനം? ക്രൂരത. എന്താണ് പറഞ്ഞു? ക്രൂരത. അപ്പം അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്, അവരുടെ ഭാവി നശിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം വിസ്മോളെ? പഠിക്കാം. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. മാഷാ അല്ലാ. ഒന്നാമത്തേത് പാക്കറ്റ് ചിപ്സ് ആണ്. പാക്കറ്റ് ചിപ്സിൽ എന്തൊക്കെ വരും? ലേസ് വരും, പിന്നെ കുർക്കുറെ വരും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും അല്ലേ? ഇഷ്ടമല്ലേ ഫിസുമോക്ക്? ചിരിക്കല്ലേ. ലേസ്, കുർക്കുറെ പോലുള്ള പാക്കറ്റ് ചിപ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്നാണ്. വല്ലപ്പോഴും ഒരിക്കൽ കൊടുത്തതിനെ കുറിച്ചല്ല, നിരന്തരം ഇതിങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം ഇത് മുഴുവൻ ഉപ്പാണ്, ഒരുപാട് ഉപ്പാണ് അതിൽ ചേർത്തിട്ടുള്ളത്. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാൻ കാരണമാകും, കിഡ്നി പ്രോബ്ലം ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് വളരെയധികം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് ചില ചിപ്സൊക്കെ വരുന്നത്. അത് കാരണം തന്നെ ട്രാൻസ് ഫാറ്റ് ഒരുപാടുണ്ടാകും, കൊഴുപ്പ് കൂടുതലാണ്, കുഞ്ഞുങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടാക്കും. ചില മക്കളെ കണ്ടിട്ടില്ലടാ ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്നത്. ചില കുട്ടികൾ 10ാം ക്ലാസ്സുകാരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. എല്ലാം അങ്ങനെയാണെന്നല്ല, ഇതൊരു കാരണമാണ്. 20 വയസ്സ് 22 വയസ്സാകുമ്പോഴേക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്. അതിൽ ഒരു പരിധിവരെ ഇത്തരം ട്രാൻസ് ഫാറ്റ് ഉള്ളിലേക്ക് ചെന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ധാരാളം കെമിക്കൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ടേസ്റ്റ് കൂടാൻ. അഡിക്ഷനാണ്. എപ്പോൾ ലേസ് കണ്ടാലും ഫിസുമോൾ ചോദിക്കൂലേ എന്താ അപ്പോൾ വാങ്ങിത്തരുമല്ലോ. വല്ലപ്പോഴും ഒരിക്കലും കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് നിരന്തരം ചോദിക്കാനുള്ള കാരണം എന്താ? ഇതൊരു അഡിക്ഷൻ കൂടെയാണ്. കുഞ്ഞുമക്കൾക്ക് ഇത് കഴിക്കുന്നതിലൂടെ ഒരു അഡിക്ഷൻ കിട്ടാനുള്ള പല കെമിക്കൽസും അവരതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈബർ എന്ന് പറയുന്ന സംഗതി അതിലില്ല, ഫൈബർ കണ്ടന്റ് അല്പം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിനും കേടാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണേത് പാക്കറ്റ് ചിപ്സ്. ഏതാടാ? ഇനി ചോദിക്കോ പാക്കറ്റ് ചിപ്സ്? ചോദിക്കോ? ഉറപ്പാണോ? അപ്പം ഇനി ഫിസുമോൾ ചോദിക്കൂല, കുട്ടികളാരും ചോദിക്കരുത്. പാരൻസ് പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. രണ്ടാമത്തത് പാരൻസ് ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. എന്താണെന്നറിയോ? സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ പെപ്സി, കൊക്കക്കോള, സ്പ്രൈറ്റ്, 7up, മിറാൻഡ തുടങ്ങിയ സാധനങ്ങളാണ്. മിറാൻഡ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കോ ഇനി? ചോദിച്ചാലും തരൂല, വല്ലപ്പോഴും ഒരിക്കൽ. കാരണം എന്താണെന്നറിയോ ഫിസുമൊക്കെ അത് കുടിക്കാൻ പാടില്ലാത്തത്? അതിൻ്റെ അകത്ത് ഒരുപാട് ഷുഗർ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ക്യാൻ സോഫ്റ്റ് ഡ്രിങ്കിൽ 8 മുതൽ 10 ടീസ്പൂൺ വരെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുടിച്ചാൽ നമ്മുടെ കിഡ്നിയൊക്കെ തകരാറിലാവും, വലിയ പ്രശ്നം ഉണ്ടാവും. സോ ഫിസുമൊക്കെ കരച്ചിൽ വരുന്നുണ്ട. അപ്പോൾ ഇത് അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെന്താ, ഇതിൽ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൊഴുപ്പ് കൂടും, പിന്നെ ഫാറ്റി ലിവർ ഉണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് പൊണ്ണത്തടി വരും. പൊണ്ണത്തടിയുടെ ഒരു കാരണമാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ കുറേ ആസിഡ്സ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നിരന്തരം കുടിച്ചാൽ പല്ലിൻ്റെ എനാമൽ നഷ്ടപ്പെടും, പല്ല് ദ്രവിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. നിരന്തരം അത് കുടിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോൺസൊക്കെ വളരെ മുരടിച്ചു പോയി, എല്ല് പൊട്ടാൻ പോലും നിരന്തരം ഇത് സേവിക്കുന്നതിലൂടെ കാരണമാകും. പിന്നെ മാത്രമല്ല, ഈ ഷുഗർ കണ്ടന്റ് ഇങ്ങനെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്തയുടെ സ്പീഡ് കുറയും, ചിന്തിക്കൂല കുട്ടികൾ. ചിന്ത കുറഞ്ഞ മടിയുള്ള കുട്ടികളായി മാറും, പഠനത്തിൽ പിന്നാക്കം വരും. ആലോചിച്ച് നോക്കി, അപ്പോൾ എത്ര ഗൗരവമാണ്. പെപ്സിയും കൊക്കക്കോളയൊക്കെ നമ്മളിങ്ങനെ മേടിച്ച് കുടിക്കുക. ഒരു മന്തി കുടിച്ചാൽ എന്തായാലും ഒരു പെപ്സി കുടിക്കണമെന്ന് നിർബന്ധമാണ്, മന്തി കഴിച്ചാൽ ഇല്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കരുത്. അപ്പോൾ ഇനി മുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ എന്താണെന്നറിയോ ഫിസുമോളെ? അത് ഫിസുമോൾ ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഫിസുമോൾ മാത്രമല്ല, എല്ലാ കുട്ടികളും. അതായത് കളർ ക്യാൻഡീസ് കുട്ടികൾക്ക് കൊടുക്കരുത്. വല്ലപ്പോഴും ഒരിക്കൽ, അങ്ങനെയല്ല, നിരന്തരം കളർ ക്യാൻഡീസ്, കളറുള്ള ക്യാൻഡീസ്, മിഠായികൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? ജെംസ് അല്ലേ, ലോലിപോപ്പ്. ചിലപ്പോൾ നമ്മൾ ബേക്കറീസിലൊക്കെ പോകുമ്പോൾ ഫിസുമോൾ കാണിച്ചു തരാറില്ല, ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ലോലിപോപ്സ്. നല്ല കളറായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ലോലിപോപ്പ് കാണിച്ചു തരാറില്ലേ? അത് കഴിക്കാൻ പാടില്ല. എന്താ കഴിക്കാൻ പാടില്ലാത്ത കാരണം? അതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ധാരാളം ചേർക്കുന്നുണ്ട്. ഇത് നിരന്തരം കഴിക്കുന്ന ഒരു കുട്ടിയിൽ ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാക്കും, ആസിഡിറ്റിയൊക്കെ കൂടും. അതുമാത്രമല്ല, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളായി മാറും. എന്തുട്ടത്? ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒച്ച ഉണ്ടാക്കും, ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും.
ഇത് നിരന്തരം കഴിക്കുന്ന കുട്ടിയാണെങ്കിലേ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും. അത് മാത്രമല്ല എവിടെയും അടങ്ങിയിരിക്കൂല, ഇരിക്കുന്ന സ്ഥലത്ത് കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില കുട്ടികളെ? ഒരു കാരണമായിട്ട് പറയുകയാണെങ്കിൽ നിരന്തരം ഇങ്ങനെ കളേർഡ് ക്യാൻഡീസ് കഴിക്കുന്ന കുട്ടികൾ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ കോൺസെൻട്രേഷൻ കുറയും. ഒരു കാര്യം ഉമ്മിയും അബ്ബായും പറഞ്ഞാലും കേൾക്കാത്ത നിലക്ക് കുഞ്ഞതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യൂല. ക്ലാസ്സിൽ പോയിരുന്ന ടീച്ചർമാർക്ക് പരാതി, ഈ പുള്ളൊന്നും ശ്രദ്ധിക്കണില്ലല്ലോ. ഫിസ്മോൾ ശ്രദ്ധിക്കാറില്ലേ? മാഷാല്ല, ഫിസ്മോളിലെ ടീച്ചേഴ്സൊക്കെ മാഷാല്ല നല്ല ടീച്ചേഴ്സാണ്. ഭയങ്കര അഭിപ്രായമൊക്കെയാണ്. മാഷാല്ല മാഷാല്ല. ആരൊക്കെയാണ് ടീച്ചേഴ്സ്? ടീച്ചേഴ്സിൻ്റെ പേരെന്താ? മുസിന മാം, ഷഹന മാം. അതെന്താണത്? 2 ഷഹന മാംസ്. മാഷാല്ല. അപ്പോൾ മോളുടെ ക്ലാസ്സിൽ 3 ടീച്ചേഴ്സാണ് അല്ലേ? നിങ്ങൾക്ക് 3 ടീച്ചേഴ്സ് അല്ലേ ഒരു ക്ലാസ്സിൽ? മുസിന മാം, ഷഹന മാം. നല്ല ടീച്ചേഴ്സാണോ എല്ലാവരും? മാഷാല്ല. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഫിസ്മോൾ അവിടെ അവരെടുക്കുന്ന ക്ലാസ്സുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാറുണ്ടോ അതിൻ്റെ ഇടയിൽ? മാഷാല്ല, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നാൽ ഈ കളേർഡ് മിഠായി എപ്പോഴും കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല, അവർ വേറെ ലോകത്തായിരിക്കും. പബ്ബയുടെ കുഞ്ഞിന് ജംസ് കാണുമ്പോൾ ചോദിക്കരുത്, അല്ലെങ്കിൽ ലോലിപോപ്പ് ചോദിക്കരുത്, ഒക്കെ പ്രശ്നമാണ്. ചോദിക്കൂല. മാഷാല്ല. പിന്നെ അത് മാത്രമല്ല, ഇതിൽ പെട്രോളിയം ബേസ്ഡ് കെമിക്കലാണ് കൂടുതലുള്ളത്. അധികമായി കഴിഞ്ഞാൽ കിഡ്നി വരെ തകരാറിലാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി അങ്ങനെയുള്ള മിഠായികൾ കുട്ടികൾക്ക് കൊടുക്കരുത്. വല്ല മാസത്തിലൊരിക്കലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നിരന്തരം അത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി 4ാമത്തെ സംഗതി ഉണ്ട്, അത് ബേക്കറി ഫുഡ്സാണ്. ബേക്കറി ഫുഡ്സിൽ എന്തൊക്കെയുണ്ട്? കേക്ക് ഉണ്ട്, പേസ്ട്രി ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ? എല്ലാം നമുക്ക് ഇഷ്ടമുള്ള സംഗതിയാണല്ലോ പഠിച്ചാനേ. അപ്പോൾ എന്ത് ചെയ്യും? കേക്കും പേസ്ട്രി ഒന്നും അധികം കഴിക്കാൻ പാടില്ല. അതിലുള്ളത് ഹൈഡ്രജനേറ്റഡ് ഓയിലാണ്, അതോടൊപ്പം ഷുഗർ ഉണ്ട്, പാം ഓയിലുണ്ട്. ഇതൊക്കെ കൂടി ഹൈ കൊളസ്ട്രോൾ നമുക്ക് ഉണ്ടാക്കി തരും, പൊണ്ണത്തടി ഉണ്ടാക്കും. കേക്കും പേസ്ട്രിയും സാധനങ്ങളൊക്കെ ഒരുപാട് കഴിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇനി അങ്ങനത്തെ സാധനം ചോദിക്കോ? വല്ലപ്പോഴും ഒരു പേസ്ട്രി, ഇത് ഇടയ്ക്കിടയ്ക്ക് പേസ്ട്രി കൊടുക്കുക. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നാലും ഈ ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ സംഗതികൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഭക്ഷണമായിട്ട്. കുട്ടിയുടെ ആരോഗ്യം ക്ഷയിക്കും, പഠനത്തിൽ ശ്രദ്ധ കുറയും, മാത്രമല്ല നല്ല പൊണ്ണത്തടിയുള്ള കുട്ടികളാക്കും. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കിയിട്ട് ഹൃദയത്തിൽ കൊഴുപ്പടിഞ്ഞ് ഒരുപാട് വൈകാതെ തന്നെ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരെ കൂടുതലാണ്. മാത്രമല്ല ഷുഗർ ഒരുപാട് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. 10 ടീസ്പൂണൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു സ്പൂണിൽ നമ്മൾ കോരി എടുക്കണ കേക്കിൻ്റെ അകത്തൊക്കെ ഇല്ലേ? അത്രമേൽ വലിയ ഡേഞ്ചർ സംഗതിയാണിത് പേസ്ട്രിയുടെ അകത്തൊക്കെ. ഇത് നിരന്തരം ഷുഗർ ഇങ്ങനെ കൂടുതൽ കഴിച്ചാൽ കുട്ടിയുടെ മെമ്മറി പവർ കുറയും, കുഞ്ഞിന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. മെൻസസ് ഉള്ളവർക്ക് മാത്രമൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ള മധുരം കൂടുതൽ കൊടുത്താൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെ ആകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ബേക്കറി ഫുഡ്സ് കൊടുക്കരുതെന്ന് പറഞ്ഞേ നീ പറയൂലേ? മാഷാ അല്ലാ. ഇനി 5ാമത്തേത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണ്. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. കാരണം എന്താ? ധാരാളം റിഫൈൻഡ് മൈദ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉപ്പും ഇതിൻ്റെ അകത്തുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂഡിൽസിൻ്റെ പേരെന്തൊക്കെയാണ് വിസ്മോളെ? മാഗി, ഇപ്പി, അങ്ങനെ തുടങ്ങി കുറേ ന്യൂഡിൽസ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള സംഗതി 1 മിനിറ്റ് കൊണ്ട് വേഗം ഉണ്ടാക്കാം, തട്ടിക്കൂട്ടി അങ്ങോട്ട് പരിപാടി തീർക്കാം. പക്ഷേ ഇങ്ങനെ പാക്ക്ഡായിട്ട് വരുന്ന ഈ നൂഡിൽസിൻ്റെ അകത്ത് കൂടുതലും റിഫൈൻഡ് മൈദയാണ്. സ്ഥിരമായി മൈദ കഴിച്ചാൽ വേഗം ഷുഗർ ബൂസ്റ്റായി പെട്ടെന്ന് കുറയുന്ന അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളും കുഞ്ഞുങ്ങൾക്ക് എത്താൻ സാധ്യതയുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ കുഴപ്പമില്ല, സ്ഥിരമായാൽ പൊണ്ണത്തടി പുറകെ വരും. ഒരുപാട് ഫ്ലേവർ അതിലടങ്ങിയിട്ടുണ്ട്. സ്ഥിരമായി കഴിച്ചാൽ കുഞ്ഞിന് തലവേദന ഉണ്ടാകും, അതുപോലെ മടി പിടിക്കുന്ന കുട്ടികളായി മാറും. അപകടം അല്ലേ? അപ്പം ഇനി മാഗിയൊക്കെ ചോദിക്കോ? വല്ലപ്പോഴും ഒരിക്കൽ കുഴപ്പമില്ല, സ്ഥിരമായിട്ട് ചോദിക്കാൻ പാടില്ല കേട്ടോ. ഇതിനോടൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ടാകുന്ന സംഗതികളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ. ഈ അഡിക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞ് നിരന്തരം ആവശ്യപ്പെടാണ്. എന്നാൽ നമ്മൾ കുറേ നാളൊന്നും കൊടുക്കാതിരുന്ന് നോക്കിയാൽ പിന്നെ പിള്ളേർക്ക് അഡിക്ഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ സോണിലേക്ക് വീട്ടിലെ ഭക്ഷണം വെറുക്കുന്ന, വീട്ടിലെ ഭക്ഷണം ഇഷ്ടമല്ലാത്ത കുട്ടികളായിട്ട് മാറും. ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് എന്ത് ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിക്കണോ? ഇങ്ങോട്ട് വരാം. 5ാമത്തേത് എന്താണ്? 5ാമത്തേത് പാക്കറ്റ് ഫ്രൂട്ട് ജ്യൂസാണ്. പാക്കറ്റിലൊക്കെയുള്ള ജ്യൂസ്. അബ്ബാ എനിക്ക് ഫ്രൂട്ടി വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കില്ലേ? ആ ഫ്രൂട്ടിക്ക് എന്തിൻ്റെ ഫ്ലേവറാണ്, എന്തിൻ്റെ ടേസ്റ്റാ? മാംഗോ അല്ലേ? മാംഗോ. പക്ഷെ അതിൽ മാംഗോയൊന്നും ഉണ്ടാവില്ല. അതിൽ കുറേ ചിലപ്പോൾ പേരിന് മാംഗോൻ്റെ വല്ല പൗഡർ ഇട്ടിട്ടുണ്ടാവും എന്നല്ലാതെ മാംഗോ ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. മനസ്സിലാവണ്ട?
അതിൽ എന്ത് ചെയ്യും, കുറേ ഷുഗർ ചേർക്കും. പിന്നെ ഹിഡൻ പഞ്ചസാര, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നോ ആഡഡ് ഷുഗർ എന്നൊക്കെ കാണിക്കുമെങ്കിലും ഹിഡൻ ഷുഗർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള, ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള പല ഫ്ലേവേഴ്സും അതിൽ ചേർക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കഴിച്ചാൽ തടി കൂടും, പല്ല് കേടാകും, കോൺസെൻട്രേഷൻ കുറയും. മനസ്സിലായോ? പിന്നെ ചോദിക്കൂല, പിന്നെന്താ ചോദിക്കുക അല്ലേ? ഇനി 6ാമത്തേത് ഫാസ്റ്റ് ഫുഡുകളാണ്. ഫാസ്റ്റ് ഫുഡ്സ്, പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമാണോ വിസ്മോക്ക്? ഇപ്പോൾ പറയണമെന്നുണ്ട് പറയണ്ടെന്നുണ്ട് അല്ലേ? ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമല്ലേ? ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമല്ലേ? അബ്ബ ബ്രോസ്റ്റ് വേണബ്ബ. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കുഞ്ഞിന് ഇഷ്ടമല്ലേ? വല്ലപ്പോഴും ഒരിക്കലും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും കഴിച്ചാൽ അത് പ്രശ്നമാണ്. അതിലൊരുപാട് ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയും, പ്രതിരോധ ശക്തി ഇല്ലാതാക്കും, രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരും. മനസ്സിലാവുണ്ടോ? മാസത്തിലൊരിക്കലൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലാന്നേ, എപ്പോഴായാൽ പ്രശ്നമാണ്. ഇനി 8ാമത്തത് എന്താ? അത് വിസുമൊക്കെ തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ്, ഐസ്ക്രീം. ഐസ്ക്രീംസ് അതിൽ ഈ പറഞ്ഞ പോലെ ക്രീമോ പാലൊന്നും പല ഐസ്ക്രീംസിലും ഇല്ല. സംഗതി എക്കത്തിനൊരു ലിമിറ്റ് വേണം. അമിതമായി പഞ്ചസാരയും കൃത്രിമ നിറങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ചിന്താശേഷി കുറയും, ഉറക്കം കുറയും. ശരിക്കും ഉറക്കം കിട്ടൂല. പിന്നെ ഈ ഷുഗർ ഇങ്ങനെ കൂടുതലുള്ളതുകൊണ്ട് ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഈ അങ്ങനെയുള്ള പ്രോബ്ലംസ് കുട്ടികളിലുണ്ടാകും, അലർജി ഉണ്ടാകാൻ കാരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി 9ാമത്തേത്, അപ്പോൾ ഐസ്ക്രീം കുറയ്ക്കണം കേട്ടോ. 9ാമത്തേത് എന്താ? ബിസ്ക്കറ്റാണ്. പ്രത്യേകിച്ച് ക്രീം ബിസ്ക്കറ്റ്. ക്രീം എന്ന് പറഞ്ഞാൽ പാലാഡ് ചെയ്യുന്ന സംഗതിയാണ്. പക്ഷേ ഇത് നമ്മുടേത് എം കഴിഞ്ഞിട്ടൊരു കൂടെ ഉണ്ടാവും നമ്മുടെയൊക്കെ നാട്ടിലെ ക്രീം ബിസ്ക്കറ്റിന്. അതെന്താ? പാലൊന്നും അതിലില്ല. അതിൽ പാലൊന്നും ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല, വേറെ കുറേ കെമിക്കൽസൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതിലും ട്രാൻസ് ഫാറ്റിംഗ് ഇങ്ങനെ കൂടുതലുണ്ട്. ഇത് നിരന്തരം കഴിക്കുന്നതിലൂടെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണമാകും, പിന്നീട് അറ്റാക്കിലേക്ക് പോകാൻ കാരണമാകും. പലപ്പോഴും ബിസ്ക്കറ്റ്സ് കൂടുതൽ കഴിക്കുന്ന കുട്ടികളിൽ പ്രതിരോധ ശക്തി ഉണ്ടാവില്ല, അലർജി കൂടുതൽ വരും. ഡോക്ടേഴ്സ് പറയാറുണ്ട്, അലർജിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ കുട്ടികളോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യരുത്, ബിസ്ക്കറ്റ് കഴിക്കരുത്. അവിടെ പിന്നെ ബിസ്ക്കറ്റ് ഇഷ്ടമാണോ? വല്ലപ്പോഴും കഴിക്കാം. എപ്പോഴും കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ചീസ് ബിസ്ക്കറ്റ് കഴിച്ചില്ലേ മിനിയാന്നെങ്ങാണ്ട്? അതിൽ ചീസൊന്നുമില്ല, വെറും കളറടിച്ച് വെച്ചേക്കാണത്. ചീസ് പൗഡർ വളരെ വളരെ മൈന്യൂട്ടായിട്ടൊരു ഇത്തിരി ചേർത്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ശരീരത്തിന് കേടുള്ള സാധനമാണ്. ഇനി കഴിക്കൂ. സംഗതി ചീസാണെന്ന് ഓർത്തല്ലേ കുഞ്ഞ് കഴിക്കണത്, പക്ഷെ ചീസൊന്നും അതിലില്ല. ഓക്കെ, ഇനി മേടിച്ചു തരണോ? വേണ്ട. ഓക്കെ. ഇനി 10ാമത്തത് എന്താ? 10ാമത്തത് ബൂസ്റ്റ്, ഹോർലിക്സ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിൻ്റെ അകത്തും ഒരുപാട് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞിന് പൊക്കം വെക്കാൻ, കുഞ്ഞിന് ബുദ്ധി കൂടാൻ ഹോർലിക്സ് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഇതൊരു സ്റ്റാറ്റസാണ്, എൻ്റെ പിള്ള ഹോർലിക്സേ കുടിക്കുള്ളൂ എന്നുണ്ട്. ഒരിക്കലും, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഹോർലിക്സ് ഒന്നും കുടിക്കാറില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ? വല്ലപ്പോഴും, ചിലപ്പോൾ വർഷത്തിൽ 1-2 തവണ മാത്രമേ ഉള്ളൂ. കാരണം അത്രത്തോളം നമ്മൾ മാറ്റി നിർത്തേണ്ട സംഗതിയാണ് ഇതൊക്കെ, ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ. അതിനകത്ത് ഒരുപാട് ഷുഗർ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഹോർലിക്സ് അല്ല വിദേശ രാജ്യങ്ങളിലുള്ളത്. അവിടെ പല നിബന്ധനകൾക്കനുസരിച്ച് അവിടെ ഹോർലിക്സ് പോലുള്ള സംഗതികൾ ഇറക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ എല്ലാ വിഷവും സംഗതികളും ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര പോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്ന ഒരുപാട് സംഗതികൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബുദ്ധി കൂടുതലല്ല, ബുദ്ധി കുറയാണ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന 10 സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ പാടണ്ട. വല്ലപ്പോഴും ഒരിക്കൽ പ്രശ്നമല്ല, നിരന്തരമായാൽ കുഞ്ഞിൻ്റെ ഭാവി തകരും. ഇത് നിരന്തരം കൊടുക്കുന്നവർ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. പേര് പഠിച്ചു പോയി, എന്ത് സാധനം? ക്രൂരത. ക്രൂവല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ ക്രൂരതയാണത്. അപ്പോൾ ഇനി കൊടുക്കരുതെന്ന് പറഞ്ഞേ. മാഷാ. അപ്പോൾ എന്ത് കൊടുക്കണം? ഈ ജങ്ക് ഫുഡ്സും പിസ്സയും ബർഗറും ഒക്കെ കൊടുക്കുന്നവർ, എൻ്റെ പിള്ള പിസ്സ കഴിക്കുള്ളൂ, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിസ്സ കഴിക്കും, കേൾക്കുമ്പോൾ സങ്കടം തോന്നും. അങ്ങനെയൊന്നുമല്ല. വീട്ടിലെ ഫുഡ് കുഞ്ഞിന് കൊടുക്കുക. വല്ലപ്പോഴും പുറത്തു പോയി കഴിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പോവുക കുട്ടികളായിട്ട്, എന്നിട്ട് നല്ലത് കഴിക്കും. ഡെയിലി പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ വീട്ടിലെ ഫുഡിനോട് കുഞ്ഞിന് ഇഷ്ടമല്ലാതാകും. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ ചിപ്സ്, ക്യാൻഡി, ചിപ്സൊക്കെ അത് വിശപ്പിന് കഴിക്കുന്ന സംഗതിയല്ല. ചില വീടുകളിലൊക്കെ ഒരുപാട് പാക്കറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളിങ്ങനെ വന്നും പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പുള്ളക്ക് എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാതെ നല്ല നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ചെറുപ്പത്തിലേ കഴിപ്പിച്ച് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാവരും സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ ഇത് കേൾക്കണം, അവരെ കേൾപ്പിച്ചു കൊടുക്കണം. ഇത് നിർബന്ധമായിട്ട് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ സേവ് ചെയ്തോ വെക്കുക. ഇടയ്ക്കിടെ ഇത് കേൾക്കുക. ലൈഫിൽ ഇത് കൃത്യമായി പാലിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ
നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.